ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഹോസ്റ്റലർമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇട്ടതെങ്കിലും എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്ത് കണ്ട് ഇന്ന ഡയറി കയറ്റി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്പെട്ടതുകൊണ്ടാണ്, എനിക്കതിനൊരു ആൻസർ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കണ്ട് വിട്ടത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കഫീലിന് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ കഫീലിന് മെസ്സേജ് അയച്ചതും കഫീലിന് റിപ്ലൈ ചെയ്തതൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് ഞാനിതിൽ കാണിച്ചു തരാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ മെസ്സേജ് അയക്കുന്നതിന് മുമ്പേ നമുക്കൊരു ധാരണ വേണം. നമ്മളെ ആ വീട്ടുകാർക്ക് ആവശ്യമുണ്ട്, നമ്മൾ ഡ്രൈവറായിട്ട് ആ വീട്ടുകാർക്ക് ആവശ്യമുണ്ട്. അതല്ല നമ്മൾ പോയാൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രൈവർ വരും, പിന്നെ നമ്മൾ ഇപ്പോൾ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പോയാൽ അതിലേറെ നല്ല ഡ്രൈവർമാർ വേറെ വരാണ്ട് എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിച്ച പോലെ ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ കമൻറ്റിൽ പലരും പറഞ്ഞിട്ടുള്ളത് പണ്ടൊക്കെ അങ്ങനെ നടന്നിരുന്നു, ഇപ്പോൾ അങ്ങനെ നടക്കൂല, ഇപ്പോൾ പിന്നെ അടവും കാര്യങ്ങളും നടക്കൂല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രൈവർമാർക്കും സൗദി അറേബ്യയിൽ പണിയെടുക്കുന്ന ഓരോ വീട്ടിലെ ഡ്രൈവർമാർക്കും പിന്നെ പല സാഹചര്യങ്ങളേക്കാരം, പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളേക്കാരം. ചിലർക്ക് കഫീൽ ശരിയാവില്ല, ചിലർക്ക് വീട്ടുകാർ മൊത്തം ശരിയാവില്ല, ചിലർക്ക് നല്ല അടിപൊളി ആയിക്കാരം, ചിലർക്ക് തീരെ പിന്നെ പണി ഉണ്ടാവില്ല, ചിലർക്ക് മുട്ടം പണിക്കാരം. അപ്പോൾ ഓരോരുത്തർ കമൻറ്റും ഓരോരുത്തരെ പിന്നെ മെയിൻറ്റിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിക്കാരം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. അതായത് നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചാൽ 90% സൗദികളും സമ്മതിക്കും ഇതിന്. അതായത് സാലറിൻ്റെ ഒരു വിഷയമായിരുന്നു ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് നല്ല ധാരണ ഉണ്ടായി ഇനി ഈ വീട്ടുകാർക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന്. കാരണം ഇതിന് മുമ്പ് നിന്ന ഡ്രൈവർമാരും കാര്യങ്ങളും പിന്നെ ഇവിടെ അലമ്പാക്കി പോയതാണ്. അത് ഒന്ന് ഫിലിപ്പീനേനു, ഒന്നൊരു പാകിസ്ഥാനേനു. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ശേഷമാണ് കുറച്ചൊരു ക്ലിയറും കാര്യങ്ങളൊക്കെ അയക്കണവർക്ക്. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് ഇന്നവർക്ക് ആവശ്യമുണ്ടെന്ന്. പിന്നെ നാട്ടിൽ പോണതിൻ്റെ ആ സമയത്ത് എന്നോട് കഫീൽ പറഞ്ഞിരുന്നു, പോയി വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ സാലറിൻ്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സാലറി കുറയ്ക്കുന്നോ അല്ലെങ്കിൽ കൂട്ടുന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ചില കഫീൽമാർ പറിച്ചിട്ടുണ്ട്, ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ പോയി വന്നാൽ എനിക്ക് ഓട്ടും കാര്യങ്ങളും കുറവേക്കാരം, അപ്പോൾ സാലറി ചിലപ്പം കുറക്കുന്നൊക്കെ പലരോടും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു ഗിറുഗിറ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് ഓടും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ദിവസം ഞാൻ 2 പെങ്ങന്മാരും കഫീനും ഇങ്ങോട്ട് പോകണം. റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരുത്തനെ ഒരു വണ്ടിക്കാരും 2 സൈഡ് നോക്കാതെ, അതായത് ഞാൻ പോകുന്ന റോഡാണ് മെയിൻ റോഡ്, ഓനെ ഒരു പോക്കറ്റ് റോഡ് വന്ന് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേറെ പോക്കറ്റ് റോഡുമൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു ഗല്ലിയാണ്, അതായത് വലിയ ടൗണും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ സ്ഥലമാണ്. അപ്പോൾ 2 സൈഡ് നോക്കാതെ ഒരൊറ്റ പോക്കാണ്ട് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട്, ശരിക്കും ഞാൻ ആ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓന് എൻ്റെ ബമ്പറോ അല്ലെങ്കിൽ ഇഞ്ചറും മറ്റും പോയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ കഫീൻ്റെ അമ്മ എന്നോട് പിന്നെ എന്തെങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചൂടായി. അതിന് ഞാനും തന്നെ പിന്നെ എനിക്ക് ഓനാ പോയത്, ഓനോടുള്ള ദേഷ്യവും പിന്നെ നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ മാമ ബാക്കിൽ നിന്ന് ചൂടായി കൂടെ ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞേ, നിങ്ങളാ വണ്ടിക്കാരൻ പോയത് കണ്ടില്ലേ, ഞാനിപ്പോൾ ചവിട്ടിയതാണ് പ്രശ്നമായത് ചോദിച്ചു ഞാൻ അറബിയിൽ. അപ്പോൾ മാമത് കഫീലോട് ചെന്ന് കണ്ട് പറഞ്ഞേക്കണേ. അപ്പോൾ കഫീലിനോട് പിന്നെ അങ്ങനെ വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് കണ്ട് പോയി, ഞാൻ ചവിട്ടിയതുകൊണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് എത്തി, അല്ലേച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചവിട്ടിയത്. അപ്പോൾ മാമ എന്നോട് ചൂടായി. അപ്പോൾ ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ ഓനോടുള്ള ദേഷ്യവും പിന്നെ മാമനോട് ചൂടായി ഒക്കെ കൂടെ ചങ്കോട് ദേഷ്യം കൂടെ ആയപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞതാണ്, അതാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കഫീലിനോട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു എന്തെങ്കിലും വർത്താനം ഇങ്ങനെ ഇതേപോലെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഫീലിനോട്. അപ്പം എന്നോട് പറഞ്ഞ കഫീൽ കാര്യമൊക്കെ ഉണ്ട്, അത് മാമ അങ്ങനെയാണ് വിഷയം കാര്യങ്ങൾ അത് വിഷയമൊക്കെ ഉണ്ട്, എനിക്കറിയാച്ച് പറഞ്ഞില്ലെങ്കിലും പിന്നെ സാരില്ല പോട്ടെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കഫീൽ ഇതാക്കി. മുമ്പ് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ ഏത് രീതിയിലാണ് ഇവരോട് പിന്നെ പെരുമാറിയെന്ന് വെച്ചാൽ, ഇപ്പോൾ അലമ്പുള്ള ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ നല്ല ആൾക്കാരാണെങ്കിലും പിന്നെ വരുമ്പോൾ ആ ഡ്രൈവർമാർ പോയതിന് ശേഷം ഈ കാര്യം നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ അവർ ഇവരോട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു രീതിയിൽ ഈ കാര്യം നമ്മളോടും ഇവർ പെരുമാറുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെ വന്ന ടൈമിൽ. ഇതിന് മുമ്പുള്ള ഡ്രൈവർമാർ അലമ്പായി കളിച്ചിട്ട് ആ ഒരു രീതിയിലായിരുന്നു അവർ എന്നോടും പെരുമാറിയിരുന്നത്. പക്ഷെ അപ്പോൾ ഞാൻ വിഷയം കാര്യങ്ങളൊന്നും ആക്കിയില്ല. കാരണം ഞാൻ ഇതിന് മുമ്പേ പിന്നെ വേറെ വീട്ടിൽ എല്ലാം അടിപൊളിയായിട്ട് നിന്നതായിരുന്നു കൊറോണൻ്റെ മുമ്പേ. പിന്നെ കൊറോണ ആയപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ച് പോയതായിരുന്നു. അപ്പോൾ എനിക്കൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നല്ല ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പിന്നെ ചൊറ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരോട് തുറന്ന് പറയണം, അല്ലാതെ നമ്മൾ സഹിച്ചുകാണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാനിത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കഫീലിനോട് പിന്നെ ലീവിന് പോകുമ്പോൾ 3 മാസത്തെ ലീവാണ് ഞാൻ ചോദിച്ചിരുന്നത്. 3 മാസത്തെ ലീവ് ചോദിച്ചപ്പോൾ എന്നോട് കഫീൽ പറഞ്ഞ് 2 മാസം തരാൻ കഴിയുള്ളൂ, ഇത് നിർബന്ധമായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞു. ഞാനെന്താ വിചാരിച്ചത്, നാട്ടിൽ പോയതിൻ്റെ ശേഷം 2 മാസം കഴിഞ്ഞാൽ 1 മാസം കൂടെ കൂട്ടി ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ നാട്ടിൽ പോയത്. പക്ഷേ ഞാൻ 1 മാസം കഴിഞ്ഞിട്ടാണ് കഫീലിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരിയുള്ള മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ കഫീലിൻ്റെ റിപ്ലൈയിൽ എനിക്കൊന്ന് മനസ്സിലായി, പിന്നെ ഞാൻ എന്തായാലും പിന്നെ തിരിച്ചു വരണം എന്നുള്ളത് കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പോയതിൻ്റെ ശേഷം ഇവിടെ ഒരു പാകിസ്ഥാനി ഡ്രൈവർ താൽക്കാലികമായിട്ട് ഇവർ കയറ്റിയിരുന്നു. ഞാൻ കയറ്റിയതല്ല, ഇവർ കയറ്റിയതാണ്. അതായത് എന്നോട് പറഞ്ഞിരുന്നു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഒരു പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 1-2 മലയാളി ഡ്രൈവേഴ്സിന് പണിയില്ലാതെ നിൽക്കുന്ന ഡ്രൈവേഴ്സിനെ ഇവിടെ തന്നെ ഉള്ളവരെ ഞാൻ ഇവിടെ കൊടുന്നാക്കി. അപ്പോൾ ഈ പണിയില്ലാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും കിട്ടിയ ചാൻസിന് ഏതെങ്കിലും 2 മാസമെങ്കിൽ 2 മാസം എന്നുള്ള രീതിയിൽ കയറല്ലേ വേണ്ടത്. പക്ഷേ ഇവരെന്ത് ചെയ്ത് 1-2 ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ ഇവർ ഇവിടെ സൗദി അറേബ്യയിൽ ഇല്ലാത്ത രീതിയിലുള്ള സാലറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കഫീൽ. കാരണം 2 മലയാളീസിന് 2 സൗദി അറേബ്യയിൽ റെസ്റ്റോറന്റ്മാർക്ക് കൊടുക്കാത്ത രീതിയിലുള്ള സാലറി വേണമെന്ന് പറഞ്ഞാൽ ആരാരും സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ പോയതിന് ശേഷം പിന്നെ ഒരു പച്ചനാക്കിന്. അങ്ങനെ പച്ച ഞാൻ വന്നപ്പോൾ തന്നെ ആകെ ഇവിടെ അരമ്പാക്കിന്. വണ്ടിയൊക്കെ ആകെ തമ്പാക്കിൻ്റെ മണവും റൂമൊക്കെ ആകെ അരമ്പാക്കിന്. അതിൽ ഇതിൻ്റെ ഫോട്ടോ വിട്ടുതരാം, ഫോട്ടോ കാണിച്ചുതരാം ഓൻ ചെയ്ത കാര്യങ്ങളൊക്കെ. റൂമൊക്കെ ആകെ അലമ്പാക്കിന്. അതേമാതിരി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എത്ര നോക്കിയിട്ടും വണ്ടീൻ്റെ പിന്നെ ഉള്ളിൽ നിന്ന് മണം പോകില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ എന്താണ് തമ്പാക്കുക സാധനമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പേക്കൊക്കെ, അപ്പോൾ ഈ AC ഓണാക്കിയാൽ അതിൻ്റെ മണം അത് പിടിച്ചെടുക്കല്ലേ. അങ്ങനെ ഞാൻ മാമാനോട് പറഞ്ഞപ്പോൾ മാമ പറഞ്ഞു ഓൻ ഭയങ്കര വിഷയം കാര്യങ്ങളൊക്കെയാണ്. ഒറ്റ അലമ്പായിട്ടുള്ളൊരു ഡ്രൈവർ വന്നപ്പോൾ നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വില ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവരോട് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മൾ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. സാലറിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും. ഞാൻ ഇപ്പോൾ കഫീനോട് പറഞ്ഞത് പിന്നെ 3 കാര്യങ്ങളാണ്. ഒന്ന് ചെറിയ കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല, ഈ ഗിറുഗറും കാര്യങ്ങളും പറ്റൂല. രണ്ടാമത് എൻ്റെ സാലറിൻ്റെ കാര്യം, സാലറി എനിക്ക് പിന്നെ 200 റിയാൽ കൂട്ടിത്തരണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് ഞാനിവിടെ 1-2 വണ്ടികൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു പൈസ തന്നിരുന്നു, എക്സ്ട്രാ പൈസ തന്നിരുന്നു. അപ്പോൾ അതിലേറെ ഒരു 50 റിയാലും കൂടെ ഞാൻ കൂട്ടി ചോദിച്ചു. പിന്നെ 4മത് എനിക്കൊരു കിച്ചൺ ഉണ്ടായിരുന്നു. പിന്നെ അത് ലാസ്റ്റ് വെച്ച് കാണുന്നത് പൊളിച്ചു പോയി. ഇവർക്കൊരു ചെറിയൊരു ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കിച്ചണും കൂടെ പൊളിച്ചു പോയി. അപ്പോൾ പിന്നെ എനിക്ക് കിച്ചൺ ഉണ്ടായില്ല. അപ്പോൾ ആ കിച്ചണും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ സമ്മതിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ സാഹചര്യങ്ങളും കാര്യങ്ങളും നമ്മൾ അവരോട് മെസ്സേജ് അയച്ചാൽ അവർ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ള ഒരു പിന്നെ ഇത് നമുക്ക് ഐഡിയ നമുക്ക് വേണം. എന്നിട്ട് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ പലർക്കും പല സാഹചര്യങ്ങളേക്ക് അറിയാം, അതിനനുസരിച്ചാണ് ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഫീലിന് മെസ്സേജ് അയച്ചതെന്ന് ഞാൻ കാണിച്ചുതരാം, സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് കഫീലിൻ്റെ റിപ്ലൈ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഞാൻ കഫീലിന് അയച്ച മെസ്സേജ് ഇട്ടാ, ജൂലൈ 22-ാം തീയതി. അതായത് ഞാൻ നാട്ടിൽ പോയതിൻ്റെ ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്തത്. കാരണം അറബിയിൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും ആരും മനസ്സിലാക്കണമെന്ന് വേറെ ഈ കാര്യം. ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ സാലറിൻ്റെ കാര്യം, പിന്നെ കിച്ചൻ്റെ കാര്യം, പിന്നെ വണ്ടി കഴിക്കുന്നതിനുള്ള എക്സ്ട്രാ പൈസൻ്റെ കാര്യം, അതേപോലെ തന്നെ ചെറിയൊരു ഗിറുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഫീൽ തന്ന റിപ്ലൈ ആണിത്. വെൽക്കം മുഹമ്മദ്, അബൌട്ട് സാലറി നോ നീഡ് ടു ആസ്ക് ബിക്കോസ് ആസ് ഐ ടോൾഡ് യു എവരി 2 years വിൽ ഇൻക്രീസ്ഡ് ബൈ 200. അതായത് എല്ലാ വർഷവും 2 വർഷം കൂടുമ്പോൾ 200 റിയാൽ കൂട്ടി തരാമെന്ന് അവനോട് പറഞ്ഞിരിക്കണമെന്ന് അവൻ പറഞ്ഞത്. പക്ഷേ അവനോട് പറഞ്ഞിട്ടില്ല, അവൻ മറന്നത് ഈ കാര്യം. അപ്പോൾ അത് അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. കാർ ക്ലീനിങ്ങിൻ്റെത്, അതായത് കാർ ക്ലീനിങ്ങിൻ്റെത് ഐ വിൽ ടെൽ ഫൈസൽ ആൻഡ് ഫാദർ അബൌട്ട് ദാറ്റ്, ഈസി ടു ഹാൻഡിൽ ദാൻ അബൌട്ട് ദ അതായത് ഈ ഫൈസൽ പറയുമ്പോൾ കഫീലിൻ്റെ അനിയനും പിന്നെ ഫാദറും അവരോട് സംസാരിച്ചിട്ട്, അവർ 2 ആളുടെ വണ്ടിയാണ് ഞാൻ കഴിക്കുന്നത്. അവരോട് സംസാരിച്ചിട്ട് അത് ശരിയാക്കി തരാം, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പിന്നെ കിച്ചണിൻ്റെ റൂമിൻ്റെ അടുത്ത് അറേഞ്ച് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ചോദിക്കും പോലെ ചോദിച്ചാൽ, അതായത് ചോദിക്കും പോലെ ചോദിക്കുക പറഞ്ഞാൽ ചൂടായിക്കാണ്ട് ചോദിക്കില്ല, സൗമ്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇവന് പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഒരുവിധം മനസ്സിലാക്കുന്ന സൗദികൾക്കൊക്കെ മനസ്സിലാവും, കഫീൽമാർക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ പഴയ പോലെയല്ല, ഇപ്പോൾ അധികവും ചെക്കന്മാരാണ് കഫീൽമാർ. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അല്ലാതെ നമ്മൾ അലമ്പൊളിച്ചുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞത് കേൾക്കാതെ അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ നമ്മൾ പിന്നെ ചെയ്തിക്കാണ്ട് ഈ സാലറിൻ്റെ കാര്യം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അവരോട് സംസാരിക്കാൻ പോയാൽ അവർ ചെയ്തിരുന്നില്ല.
അവർ നമ്മളോട് എങ്ങനെയാണ് നിൽക്കണത്, നല്ലപോലെ നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ലപോലെ നിൽക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. കമൻറ്റിൽ കണ്ടതൊക്കെ ഓരോരുത്തർ സാഹചര്യങ്ങളാണ്. ഞാൻ എൻ്റെ സാഹചര്യം വെച്ച് കണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സാഹചര്യമുള്ളവർ ഈ രീതിയിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് തോന്നുന്നത്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.